നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ആർക്ക് കിട്ടും? ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാം മുതൽ ടോപ്പ് 5 ലീഗിലുള്ള കളിക്കാരനല്ല. ആ സമയം ഇന്നലെ മോസല ഗോളടിച്ചില്ല എന്നുള്ളത് എംബപ്പയ്ക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളും മാറുന്നെന്ന് തോന്നലും ഉണ്ടാക്കുന്നു. കാരണം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾ ഒരു ഗോളടിച്ചാൽ ഈ ഗോൾഡൻ ബൂട്ടിനായിട്ട് 2 പോയിൻറ്റുകളായിട്ടാണ് അത് പരിഗണിക്കുക. അതേസമയം ടോപ്പ് 5 ലീഗിന് പുറത്തുള്ള ലീഗിൽ ഗോളടിച്ചാലോ 1.5 എന്ന രൂപത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഒരു ഗോളായിട്ട് പരിഗണിക്കുന്ന ലീഗുകളുണ്ട്. ഇപ്പോൾ വിക്ടർ ഗ്യോക്കെറസ് കിടിലൻ ഗോളുകൾ നേടിക്കൊണ്ട് കിടിലനായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നെങ്കിൽ പോലും അദ്ദേഹം ടോപ്പ് 5 ലീഗിന് പുറത്ത് കളിക്കുന്നത് കൊണ്ട് പോർച്ചുഗീസ് ലീഗിലെ ഗോളിന് 1.5 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ മറികടക്കാൻ എംബാപ്പയ്ക്ക് ഒറ്റ ഗോൾ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം. അല്ല, ഓരോ 2 മത്സരങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്ന ഘട്ടമാണല്ലോ. നിലവിൽ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ മുന്നിലുള്ളത് ആരാണ്, അതുപോലെ ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിൽ ആരാണ് പരിശോധിക്കുകയാണെങ്കിൽ ഗോളിൻ്റെ കാര്യത്തിലും ഗോൾഡൻ ബൂട്ടിനുള്ള പോയിൻറ്റിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത് വിക്ടർ ഗ്യോക്കെറസ് തന്നെയാണ്. 39 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലീഗിൽ ഒരു ഗോളടിച്ചാൽ 1.5 പോയിൻറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ 58.5 പോയിൻറ്റുകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിലുള്ളതെങ്കിൽ കിലിയൻ എംബാപ്പെ 29 ഗോളുകൾ ലലീഗയിൽ നേടിക്കൊണ്ട് 2 പോയിൻ്റ് ഓരോ ഗോളിനും വാങ്ങുമ്പോൾ 58 പോയിൻറ്റുകളായിട്ട് അദ്ദേഹം തൊട്ട് പുറകിലുണ്ട്. ഒറ്റ 0.5 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് എംബാപ്പെ രണ്ടാമത്. ഒറ്റ ഗോളടിച്ചാൽ എംബാപ്പയ്ക്ക് മുന്നിലെത്താൻ പറ്റുമെന്നർത്ഥം. സല ഇന്നലെ ഗോളടിച്ചില്ല. സല 28 ഗോളുകളാണ് നേടിയത്. 2 പോയിൻ്റ് വെച്ച് നോക്കുമ്പോൾ സലക്ക് 56 പോയിൻറ്റുകളാണുള്ളത്. ഹാരി കെയ്ൻ 26 ഗോളുകളാണ് നേടിയത്. 2 പോയിൻ്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 52 പോയിൻറ്റുകളാണുള്ളത്. റോബർട്ട് ലെവൻഡോസ്കി 25 ഗോളുകളാണ് ഇതുവരെ നേടിയത്. 2 പോയിൻ്റ് വെച്ച് അദ്ദേഹത്തിന് 50 പോയിൻറ്റുകളാണ്. എന്തായാലും എംബാപ്പെ ഗോൾഡൻ ബൂട്ടിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുന്നു. ഗ്യോക്കെറസിൻ്റെ ഒന്നാം സ്ഥാനം ഭദ്രമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.